ഹലോ കുഞ്ഞോളെ പറയടി, മഴയാണല്ലേ നാട്ടില്? ആ നാട്ടില് പെരും മഴയാണേ. സ്കൂൾക്ക് കുട്ടികളിന്ന് പോയിന്നു. അപ്പൊ ടീച്ചർ ഓൽക്ക് കൊടകൾ ഒരു 3-4 കൂടി വാങ്ങണമെന്ന് പറഞ്ഞിക്കണ്. ഏ ഒരു 6 വാങ്ങണ്ടേ ചിലപ്പോ. ഇപ്പൊ ഓരോ കൊട ഓൽക്കില്ലേ? ഓരോ കൊട ഊയിക്കണ്ടേ. പിന്നെ ബുക്കൊക്കെ വാങ്ങിന്. ഓരോ കൊട ഊയിക്കണ്ടേ. അപ്പൊ എന്താ ചോദിച്ചാൽ യെല്ലോ അലർട്ട് വരുമ്പോ യെല്ലോ കൊട വാങ്ങത്തരേ. റെഡ് അലർട്ട് വരുമ്പോ ചുമന്ന കൊട വാങ്ങത്തരേ. പിന്നെ നോർമൽ മഴയാണെങ്കിൽ സാധാ കറുപ്പ് കൊടയും മതി എന്നാ പറഞ്ഞിക്കണേ. പൈസ അയച്ചോളെ ഞങ്ങൾ. പൈസ ഇപ്പൊ നാളെ അയച്ചു തന്നത് 10,000. നിങ്ങൾ പറയല് ആ 10,000 ബുക്കും പേപ്പറും പെന്നും എല്ലാം വാങ്ങിക്കുന്നു. ഞാൻ അതിനൊരു 1,000 കൂടി ബിസ്ക്കറ്റില്ല. അനക്കറിയാം ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താന്നില്ല, അനക്ക് അറിഞ്ഞൂടെ? തുടങ്ങി അതൊക്കെ ചെറിയ ഗൾഫ് ജീവിതം നമ്മ എന്താണല്ലേ? എന്താന്ന് പറ. ആ ഗൾഫ് ജീവിതം നമ്മൾ KSRTC ബസ് പോലെയാണ്. നഷ്ടത്തിലാണെങ്കിൽ ഓട്ടത്തിന് ഒരു കുറവില്ല. എന്നാലോ ഇത് നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഒരു കുഴിപ്പോഴും വിശ്വസിക്കൂല. അതാണ് പ്രവാസി നമ്മൾ അല്ലേ? ഇതല്ല നിങ്ങൾ പറയാൻ ഇതന്നെയാണ് ഗൾഫ് ജീവിതം, പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാല് ഇതന്നെയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൂജ്യം ഇല്ലാതെ 1 ലക്ഷം 1 കോടി ഉണ്ടായിട്ടില്ല. അത് മറക്കരുത്.